സഞ്ജു സാംസണെ ചുറ്റി മാത്രമാണ് IPL ട്രേഡിംഗ് വിൻഡോയിൽ ചർച്ച. DC KKR PB കേസ്. ഒടുവിൽ ചെന്നൈ വരെ സഞ്ജുവിനു വേണ്ടി രംഗത്ത് വന്നു. ഫാൻ ഫോളോയിങ്ങും ടാലന്റും ഒരുപോലെയുള്ള സഞ്ജുവിനെ എന്തുകൊണ്ട് രാജസ്ഥാൻ വിട്ടുകൊടുക്കുന്നു? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് RR ആരാധകർ തേടുന്നത്. കാരണം എന്തായാലും IPL ചരിത്രത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരങ്ങളിലൊന്ന് ഈ നീക്കമാകും. ഇനി കാര്യത്തിലേക്ക് വരാം. അതിനു മുൻപ് എല്ലാ IPL അപ്ഡേറ്റുകൾക്കും വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ചെന്നൈ സൂപ്പർ കിങ്സും രാജസ്ഥാൻ റോയൽസും ആ ഡീൽ ഉറപ്പിച്ചു കഴിഞ്ഞു. IPL 2026 സഞ്ജു സാംസൺ മഞ്ഞക്കുപ്പായം അണിയും. പകരം 2 വമ്പൻ താരങ്ങളെയാണ് രാജസ്ഥാൻ ലഭിക്കുക: രവീന്ദ്ര ജഡേജ ആൻഡ് സാം കറാൻ. ഈ 3 താരങ്ങളും ഡീലിന് യെസ് പറഞ്ഞു കഴിഞ്ഞു. സഞ്ജു, സാം കറാൻ എന്നിവരുടെ കാര്യത്തിൽ വലിയ പ്രയാസം ഉണ്ടായിരുന്നിരിക്കില്ല. എന്നാൽ ജഡേജയുടെ കാര്യം അങ്ങനെയല്ല. ചെന്നൈയുടെ സ്പിൻ ബൗളിങ്ങിൻ്റെ നട്ടല്ലായിരുന്നു ജഡേജ. MS ധോണിയുടെ വലങ്കൈ എന്ന് തന്നെ പറയാം. ലീഡർഷിപ്പ് ഗ്രൂപ്പിലും താരമുണ്ടായിരുന്നു. ഫീൽഡിങ്ങിനെ ഒറ്റയ്ക്ക് കൊണ്ടുപോയതും രവീന്ദ്ര ജഡേജ തന്നെയാണ്. അത്തരമൊരു താരത്തെയാണ് CSK വിട്ടുകൊടുക്കുന്നത്. ഇമോഷണലി ഫാൻസിനും അതൊരു വലിയ മൊമെൻ്റ് ആയിരിക്കും. 2023 ഫൈനലിലെ ഫിനിഷിങ്ങിന് എങ്ങനെ വിലയിടാനാണ്? തങ്ങളുടെ പ്രൈം മുഴുവൻ ഫ്രാഞ്ചൈസിക്ക് നൽകിയ മറ്റൊരു താരത്തെയാണ് ചെന്നൈ കൈവിടുന്നത്. പേഴ്സണലി ജഡേജയ്ക്കും ഇതൊരു ഷോക്ക് തന്നെയായിരിക്കും. എന്നാൽ RRലെത്തുമ്പോൾ ക്യാപ്റ്റൻസി അടക്കം ജഡുവിനെ കാത്തിരിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട്. BCCIയുടെ ഫോർമാലിറ്റീസാണ് ഇനി കംപ്ലീറ്റ് ആവാനുള്ളത്. അതുകൂടി കഴിഞ്ഞാൽ നവംബർ 15 മുൻപ് ഈയൊരു ട്രേഡ് ഒഫീഷ്യലായി പുറത്തു വരും. ഡിവാൾ ബ്രേവിസ്, ഋതുരാജ് ഗെയ്ക്വാദ് എന്നിവർക്കായി രാജസ്ഥാൻ ആദ്യം ശക്തമായി പോരാടിയിരുന്നു. എന്നാൽ CSK വിട്ടുകൊടുത്തില്ല. ആദ്യ റൗണ്ട് ചർച്ചകൾ പരാജയവുമായിരുന്നു. എന്തൊക്കെയായാലും അടുത്ത സീസണിൽ വമ്പൻ മാറ്റങ്ങളും പുതിയ റൈവലറികളും നമുക്ക് കാണാം.